സുഹൃത്തുക്കളെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന റൂമാണത്. അതിൻ്റെ അടുത്ത് നമ്മളെ ബസ് നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു പാടി, അതായത് വീടുണ്ടായിരുന്ന സ്ഥലമാണത്. അവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കണ്ടില്ലേ, ആ ഒരു വെള്ളം ഒഴുകുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ പുഴ കര കവിഞ്ഞ് ഒഴുകുന്നതാണ്. ഇത് സൈഡൊക്കെ ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് ഈ കാണുന്നത്. ഇത് ഇപ്പോൾ രാവിലെ 7 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റേ റൂമിലേക്ക് അല്ലെങ്കിൽ അട്ടമലയിലേക്ക് പോകുന്ന വഴിയിലുണ്ടായിരുന്ന അമ്പലം നിന്നിരുന്ന സ്ഥലമാണത്. അവിടെ ഇപ്പോൾ അമ്പലമില്ല. അതുപോലെ പാലം ഉണ്ടായിരുന്ന സ്ഥലമാണത്. ആ ഒരു വെള്ള കാണുന്നതിൻ്റെ ഇപ്പുറത്ത് അവിടെ പാലവും കാണുന്നില്ല. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അവിടേക്ക് വരുന്ന വഴികളാണിത്. വഴിയൊക്കെ ചളി നിറഞ്ഞ് മരങ്ങളൊക്കെ അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അട്ടമല മുണ്ടക്കൈ പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരുന്നത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കേട്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്. ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം. ആ പാലം, ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതുണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ. ഇത് വന്ന് ഇതുണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ. ഇതിലേ വന്ന് ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് കണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇതുണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ.